ഉറക്കത്തിൻ്റെ ഇടയിൽ ഞെട്ടി ഇങ്ങനെ എണീറ്റപ്പോഴാണ് എന്തോ എൻ്റെ മേത്തുനിന്ന് നഷ്ടമായെന്ന് എനിക്ക് തോന്നി. അപ്പം തന്നെ എണീറ്റപ്പോഴും എൻ്റെ ഫോൺ കാണുന്നില്ല. അടുത്ത കാലത്ത് തന്നെ എന്തോ ജയിലിൽ നിന്ന് ഒരു വധശ്രമത്തിന് ജയിലിലായ ഒരാൾ, അവരങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഞാൻ കുറച്ച് നടന്നപ്പോഴത്തേക്ക് അവിടെ റെയിൽവേയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കാൻ തുടങ്ങി ക്യാ ഹേ. അപ്പോഴത്തേക്കും രംഗം ആകെ മാറാൻ തുടങ്ങി. നീ ആരാ, നീ ഈ ഹിന്ദു ആണോ അതോ മുസ്ലിം ആണോ, നീ ആരാണെന്ന് ചോദിച്ചു. എൻ്റെ പുറകിൽ നിന്നൊരു സൗണ്ട്. ഞാൻ തിരിഞ്ഞപ്പോഴാണ് ഒരാൾ എൻ്റെ നേർക്ക് ഓടി തന്നെ. അപ്പോൾ ഓടി വന്ന് നീ ആരാ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരാണ്. അങ്ങനെ ഞാൻ ഹംപി എന്നുള്ള യാത്ര തുടർന്നു. ഇപ്പം മനസ്സ് പഴയതിൽ നിന്നൊക്കെ റിക്കവറായി. അടുത്ത ലക്ഷ്യം ബിജാപ്പൂരായിരുന്നു. ബിജാപ്പൂർ ഗോൾ ഗംബസ്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ ബിജാപ്പൂർ ഗോൾ ഗംബസ് എവിടെയാണെങ്കിൽ പിന്നെ അടുത്ത സ്ഥലം ഞാൻ മനസ്സിൽ കണക്കൂട്ടിയത് ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഗോവയിലാണ്. ഗോവ ഈ വശത്തുമാണ്. അപ്പോൾ നമ്മൾ പിന്നെ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പോകണം. അതുകൊണ്ട് ഞാൻ ദൂദ്സാഗറിലേക്ക്, അതായത് ഗോവയിലേക്ക് പോകുന്നു. അപ്പോൾ ഹൂബ്ലി വഴി. അപ്പോൾ ഗോവയിലേക്ക് പോകുന്ന ഒരു കാറിലൊരു സംഘമാണ് പിന്നെ ലിഫ്റ്റ് വരുന്നത്. അവർ ഗോവയിൽ ഗാമ്പിൾ ചെയ്യാൻ പോകുന്ന. അതിലൊപ്പം ഉണ്ടായ ഒരാൾ ഈ അടുത്ത കാലത്ത് തന്നെ എന്തോ ജയിലിൽ നിന്ന് ഒരു വധശ്രമത്തിന് ജയിലിലായ ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ അവരങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. എങ്കിലും നമ്മളോട് അവർ ഭയങ്കര കമ്പനിയായിരുന്നു. അവർ ഗോവക്കുള്ള റൂട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ദൂദ്സാഗർ വെള്ളച്ചാട്ടം, ഈ ചെന്നൈ എക്സ്പ്രസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ വെള്ളച്ചാട്ടം ഒന്ന് കാണണം എന്നുള്ള ഭയങ്കര ഒരാഗ്രഹമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ കൂടി ഒരു ട്രെയിനിങ്ങിന് പോകുന്നതും ആ രംഗങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള വഴി അവിടെ സ്ഥലത്ത് രാത്രി അവിടെ ടെൻറ്റിൽ ക്യാമ്പ് ചെയ്തു. ഇപ്പോൾ ഗോവയുടെ അടുത്തുള്ള തന്നെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുത്തെ സ്ഥലവും വീടുകളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മോഡൽ തന്നെ, ഓടിട്ട വീടുകളും കാര്യങ്ങളൊക്കെ. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ എങ്ങനെ പോകുന്നു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നെറ്റിലൊക്കെ നോക്കിയപ്പോഴാണ് ദൂദ്സാഗറിലേക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്താ ട്രെയിനിൽ തന്നെ പോവാം. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം അതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നോക്കിയപ്പോൾ ജീപ്പിൽ ആളുകൾ ട്രക്ക് ചെയ്തും പോകും. അപ്പോൾ അത് വേണ്ട, അത് കുഴപ്പമില്ല. ഒരു ആളുകളെ നോക്കുമ്പോൾ നമ്മൾ മറ്റേ ആ ഒരു സാധാരണ ഫ്ലോ ചെയ്യുന്ന ട്രെയിനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ട്രെയിനിലാണ് അടുത്ത ദിവസം വൈകിട്ടാണ് അവിടെ നിന്ന് കയറുന്നത്. വൈകുന്നേരമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ കൂടി ഈ ട്രെയിൻ പോയിട്ട് അവിടെ ദൂദ്സാഗർ സ്റ്റോപ്പ് നിർത്തുന്നു. ഞാനപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞാൽ ട്രെയിൻ പുറപ്പെട്ടു. അപ്പോൾ നോക്കുമ്പോഴാണ് അവിടെ വേറെ ആരും ഇറങ്ങിയിട്ടില്ല. കുറച്ച് നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നടന്നപ്പോഴാണ് അവിടെ ബോർഡ് കാണുന്നത്. ഇത് പേരിനൊരു ദൂദ്സാഗർ എന്ന് സ്റ്റോപ്പേ ഉള്ളു. അവിടെ ശരിക്കും ഇതുപോലെ ആരും അലൗഡല്ല. അവിടെ സത്യത്തിൽ അവിടെ വെള്ളച്ചാട്ടത്തിലേക്കൊന്നും പ്രവേശനമില്ല. അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ വേണം. അപ്പോൾ ഈ ട്രെയിൻ വന്നതും ഒരുപാട് ടണലിൽ കൂടിയൊക്കെയാണ്. അതായത് ദൂദ്സാഗറിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരം ആണ് വന്നത്. അപ്പോഴത്തേക്കും രംഗം ആകെ മാറാൻ തുടങ്ങി. ഞാൻ കുറച്ച് നടന്നപ്പോഴത്തേക്കും അവിടെ റെയിൽവേയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കാൻ തുടങ്ങി ക്യാ ഹേ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല വാട്ടർഫോൾസ് ഇങ്ങനെ നമ്മൾ ട്രാവലറാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അലൗഡല്ല, ഇനി നിങ്ങൾ തിരിച്ചിങ്ങനെ പോകണം, ഇവിടെ അല്ലാണ്ട് വന്ന ഫൈനും ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളാകെ പെട്ടു. ഇനി ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ അവിടെ പൊതുവെ മൃഗങ്ങളുടെ ബോർഡൊക്കെ വെച്ചായിരുന്നു. എങ്കിലും ഞാനപ്പോൾ ടണലും ഇത് കാര്യങ്ങളൊക്കെയാണ്, വെള്ളച്ചാട്ടം അങ്ങോട്ടൊന്നും പോകാനും വെള്ളം. അപ്പോൾ അവർക്കാകെ ഭയങ്കര ടെൻഷൻ. ഇനി ഇവിടെ ആകെ പ്രശ്നമാണ്. ഞാനപ്പോൾ തിരിച്ച് ടണലിൽ കൂടി തന്നെ വീണ്ടും നടന്നു. ഇരുട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇരുട്ട്. ഇങ്ങനെ നടക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ കുറേ ആളുകൾ കുളിച്ചിട്ട് കയറി വരുന്നു. അപ്പോൾ അവിടെ ഈ റെയിൽവേ തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ റെയിൽവേയിൽ പണിയെടുക്കുന്ന ആളുകളാണ്. അവർ അവിടെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൊരു ഷെഡിൽ അങ്ങനെയാണ് അവർ വെപ്പും കൂടിയും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇനി 30 കിലോമീറ്റർ ദൂരമുണ്ട്, അതും കാട്ടുവഴിയും ടണലിൽ കൂടിയൊക്കെ നടക്കണം. അപ്പം ഞാൻ നടക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവർ പറഞ്ഞു മാൽഗാഡി ആയേക്ക, ഈ ചരക്ക് വണ്ടി വരും. നമ്മൾ വിചാരിച്ചാണെങ്കിൽ അവിടെ സ്റ്റോപ്പിൽ നിർത്തണമെങ്കിൽ അതിൻ്റെ എഞ്ചിനിൽ കയറി അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിനിൽ നിങ്ങളെ തിരിച്ച് കയറ്റി വിടാമെന്ന് പറഞ്ഞു. നമുക്ക് അതിന് സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ രാവിലെ പോകാം, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം കൂടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കുമ്പോൾ UP-ക്കാരാണ്. അപ്പോൾ രാത്രിയപ്പോൾ അവരുടെ കൂടെ കൂടി. രാത്രിയായപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ വന്നു. അവിടെ എപ്പോഴും ഇതുപോലെ ചരക്ക് വണ്ടികൾ ഇതും പോകും. പാസഞ്ചർ ട്രെയിൻ വളരെ കുറവാണ്. അപ്പോൾ പക്ഷേ ഗുഡ്സ് ട്രെയിൻ നിർത്താണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി രാവിലെ പോകാമെന്ന് ചോദിച്ചാൽ ഇനി അടുത്ത ദിവസം രാവിലെ ആയപ്പോഴാണ് അവിടെ നിന്ന് യാത്ര തുടങ്ങിയത്. പിന്നെ എത്തുന്നത് ഗോവയിലേക്കാണ്. ഗോവയിൽ നിന്ന് പിന്നെ എത്തുന്നത് രത്നഗിരിയിലാണ്. രത്നഗിരി എത്തിയപ്പോഴാണ് നമ്മുടെ ബഡ്ജറ്റൊക്കെ നേരത്തെ പുതിയ ഫോണൊക്കെ പോയി അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പുതിയ ഫോണൊക്കെ മേടിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റൊക്കെ ആകെ ഒന്ന് ഇളകി നിൽക്കുന്നതാണ്. അപ്പോൾ രത്നഗിരിയിൽ ഞാൻ കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് ഇപ്പം നേരത്തെ കുറച്ച് സേവിങ്സിലാണല്ലോ യാത്ര ചെയ്യുന്നത്. അതൊരു 30,000 ചില്ലായിരം രൂപ ഉണ്ടാവും. ഇപ്പോൾ പുതിയ ഫോൺ മേടിച്ചപ്പോൾ തന്നെ 20,000-ന് അടുത്തായി. കാരണം 5G ഫോൺ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഇതിലാണ് അങ്ങനെ ഒരു ബഡ്ജറ്റ് നോക്കുന്നത്.
അങ്ങനെ ഞാൻ രത്നഗിരി എന്നുള്ള ഒരു ചെറിയ ടൗണിൽ, തുറമുഖ ടൗണാണ്, അവിടുത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കുറച്ച് ദിവസത്തേക്ക് ജോലി കയറി. ഹോട്ടലിലെ കാര്യങ്ങൾ, സപ്ലൈ ഇങ്ങനെയുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്, അതെ പൈസയൊക്കെ നമ്മൾ ചോദിച്ച് മേടിക്കണം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പറ്റിക്കുകയൊക്കെ ചെയ്യും, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണെന്നൊക്കെ. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവർ നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ടും എല്ലാം കൊണ്ടൊക്കെ ഇരിക്കും, പറഞ്ഞതിലും കൂടുതൽ പൈസ തന്നു. ഒരു ദിവസം 1000 രൂപ വെച്ചും. അങ്ങനെ ഞാൻ ഒരാഴ്ചക്ക് അടുത്ത് അവിടെ ജോലി ചെയ്തു. അങ്ങനെ രത്നഗിരിയിൽ നിന്ന് യാത്ര തുടരുകയാണ്. അപ്പോൾ അടുത്തത് രത്നഗിരിയിൽ നിന്ന് മുംബൈയിലേക്കാണ്. പക്ഷെ നിങ്ങൾക്കൊരു പക്ഷേ വിചിത്രമായിട്ട് തോന്നും, എൻ്റെ അടുത്ത ലക്ഷ്യം രത്നഗിരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു, കേരളത്തിലുള്ള. കാരണം ഇപ്രാവശ്യം അവിടെ IFFK നടക്കുന്നുണ്ട് ഡിസംബറിൽ. ഇപ്പോഴത്തേക്കും യാത്ര തുടങ്ങിയിട്ട് 2 മാസമായിരുന്നു. ഇപ്രാവശ്യത്തെ ഈ ചലച്ചിത്രമേള, ഇന്റർനാഷണൽ ചലച്ചിത്രമേള മിസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അർജന്റീൻ ഡയറക്ടറുണ്ട്, വിഖ്യാത ഡയറക്ടറാണ് പാബ്ലോ സീസർ, ഇപ്രാവശ്യം ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമ അവിടെ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നേരത്തെ മെസ്സേജൊക്കെ അയച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ നമുക്ക് റിപ്ലൈ അയച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ ചെക്കും ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ കൗതുകം തോന്നിയിട്ടായിരിക്കും അദ്ദേഹം നമ്മളെ ഇൻവൈറ്റും ചെയ്തായിരുന്നു. വെൻ യു റീച്ച് ഹിയർ വി ഷുഡ് മീറ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം IFFK മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് തിരിച്ച് ഹിച്ച് ചെയ്യിക്കാൻ ഞാൻ തുടങ്ങി. അതും പോയ വഴിയല്ല, നമ്മൾ ടച്ച് ചെയ്യാത്ത വഴി കൂടി തന്നെയാണ് ഏതായാലും വീണ്ടും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. അപ്പോഴും ഓരോ വണ്ടികളിൽ ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് ഒരു 3 ദിവസം കൊണ്ട്, അതും ലോങ് ഡിസ്റ്റൻസ് വണ്ടി. നേരത്തെ നമ്മൾ റിലാക്സ് ചെയ്ത് പതുക്കെയാണ് പോയെങ്കിൽ ഇപ്രാവശ്യം വേഗം തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി തിരിച്ച് തിരുവനന്തപുരത്തെത്തി. അങ്ങനെ IFFK ഫിലിം ഫെസ്റ്റിവൽ എത്തുന്നു, പാബ്ലോ സീസറിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്കൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തി, യാത്രകളുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. അങ്ങനെ ഈ ചലച്ചിത്രമേള കൂടി വീണ്ടും ഹിച്ച് ഹൈക്കിംഗ് യാത്ര കണ്ടിന്യൂ ചെയ്ത് മുംബൈയിലെത്തി. മുംബൈയിൽ CST ഛത്രപതി ടെർമിനസിൻ്റെ മുമ്പിൽ ഒരു ഡാൻസ് വീഡിയോ ചെയ്തു. അതിനുശേഷം വീണ്ടും അവിടുത്തെ എല്ലാ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പ്രധാന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വീണ്ടും യാത്ര തുടർന്നിട്ട് പിന്നെ എത്തുന്നത് ഗോണ്ടേശ്വര ക്ഷേത്രത്തിലാണ്. ഗോണ്ടേശ്വര ക്ഷേത്രം ഒരു വളരെ ചരിത്രമുള്ള ഒരു ഏൻഷ്യൻ ടെമ്പിൾസാണ്. അപ്പോൾ അവിടെ രാത്രി എത്തി. അതൊരു ഇതുപോലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. പിന്നെ യാത്ര തുടർന്നപ്പോൾ ഒരു സിന്നാർ എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ ഒരു മറാത്ത വെഡ്ഡിങ് ഉണ്ടായി. അവരുടെ വളരെ എന്താ പറയുക, നാസിക് ദോളും ഇങ്ങനെ കൊട്ടൊക്കെ ആയിട്ട് തലപ്പാവും ഇതൊക്കെ വെച്ച് കുതിരപ്പുറത്തൊക്കെയുള്ള വരൻ്റെ യാത്രയിലൊക്കെയാണ് ഈ മറാത്ത അല്ലെങ്കിൽ ആ ഒരു വെഡ്ഡിങ് കൾച്ചർ. ഞാൻ അവരുടെ ആഘോഷങ്ങളും പാട്ടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു. അങ്ങനെ വീണ്ടും മറാത്ത വെഡ്ഡിങ്ങും കണ്ട് സിന്നാറിൽ നിന്ന് യാത്ര തിരിച്ച് പിന്നെയാണ് ഇന്ത്യയുടെ ഈ നമ്മുടെ കറൻസി പ്രിൻ്റ് ചെയ്യുന്ന നാസിക് ടൗണിലെത്തുന്നത്. നാസിക് എന്നുള്ള സ്ഥലം. ഇപ്പോൾ നാസിക് എന്നുള്ളത് വളരെ പൊടി ഉള്ളൊരു നഗരമാണ്. എന്നാൽ നല്ല കാലാവസ്ഥയായിരുന്നു ഞാൻ. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഈ പൊടി കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഈ ത്രൂ ഔട്ട് ഒരു ഡെക്കാൻ ടെറൈനാണ്. അപ്പോൾ അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഹരിഹർ ഫോർട്ട്, ഈ ത്രയംബകേശ്വര ജ്യോതിർലിംഗം എന്നുള്ളൊരു വിശിഷ്ടമുള്ളൊരു അമ്പലം, ഇത് കാച്ചുള്ളി എന്നുള്ളൊരു ഗ്രാമം. ഈ കാച്ചുള്ളി എന്നുള്ള ഗ്രാമത്തിൽ നിന്നാണ് ഹരിഹർ ഫോർട്ടിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഭയങ്കര വിഖ്യാതമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ കാച്ചുള്ളി എന്നുള്ള ഗ്രാമത്തിൽ വഴി ഞാൻ പറഞ്ഞു ഹരിഹർ ഫോർട്ട് പോകുന്ന വഴി കാച്ചുള്ളി എന്നുള്ള ഗ്രാമത്തിലൊക്കെ ചെല്ലുമ്പോഴാണ് ഇപ്പോഴും ഒരു 30 വർഷം പുറകോട്ട് പോയ പോലെ തോന്നും. അതായത് നമ്മൾ പഴയ മീശമാധവൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ കുട്ടികൾ ടയറൊക്കെ ഓടിക്കളിക്കുന്നതൊക്കെ. നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ പറയുമല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫോണിൻ്റെ മുമ്പിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും ആ പിള്ളേരൊക്കെ ആ ഒരു നമ്മൾ 30 വർഷം പുറകോട്ട് പോയ പോലെ. അങ്ങനെയാണ് ഹരിഹർ ഫോർട്ട്. അതൊക്കെ കണ്ടിട്ടാണ് അവിടെ 2 കിലോമീറ്റർ ട്രക്ക് ചെയ്യാണ്ട്. അവിടെയൊക്കെ ഇതുപോലെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലവും ഒരുപാട് വൈൽഡ് ഈ ഒരു കാടിനെയൊക്കെ ഫേസ് ചെയ്തുള്ള ഒരു സാഹസികത നിറഞ്ഞ യാത്രകളായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ നാസിക് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി, ടൗണിൽ തന്നെ. ഇവിടെയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ എന്തോ ഒരു പൊട്ട ബുദ്ധിക്ക്, കാരണം അവിടെ നോക്കുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഒരുപാട് ആളുകൾ ഉറങ്ങുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ക്ഷീണമൊക്കെ കാരണം നാസിക് ടൗൺ എത്തിയപ്പോൾ നല്ലോണം സമയം വൈകി, 12:30 കഴിഞ്ഞാണ്. അപ്പോൾ ഇനി ടെൻറ്റ് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാൻ നല്ല പാടാണല്ലോ. ഇവിടെ ആണെങ്കിൽ കുറേ ആളുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒപ്പം ഉറങ്ങാമെന്ന് വിചാരിച്ച ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കിടന്നു. പിന്നെ ഉറക്കത്തിൻ്റെ ഇടയിൽ ഞെട്ടി ഇങ്ങനെ എണീറ്റപ്പോഴാണ് എന്തോ എൻ്റെ മേത്തുനിന്ന് നഷ്ടമായെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് എണീറ്റപ്പോഴും എൻ്റെ ഫോൺ കാണുന്നില്ല. അതായത് ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ ഈ ഫോൺ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സ്ലിപ്പായി വീണായിരുന്നു. ശരിക്കും ഈ സാധനങ്ങളൊക്കെ എല്ലാം ഞാൻ ഫോണൊക്കെ എല്ലാം ബാഗിലിട്ട് ഇങ്ങനെ കെട്ടി ഈ ബാഗ് തലയണ പോലെ വെച്ചിട്ടാണ് ടെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ ആ ക്ഷീണമൊക്കെ കാരണം അപ്പോഴത്തെ ആ ഫ്ലോയിലെല്ലാം വിട്ടുപോയി. അതും മറ്റേ ഹംപിന്ന് പഴയ ഫോൺ പോയി പുതിയ മേടിച്ച ഫോണാണ്.
നാസിക്ക് വെച്ച് ഫോൺ മോഷണം പോയിരിക്കുന്നു. ഈ ഞാൻ നോക്കുമ്പോൾ നേരെ മേളിൽ CCTV ക്യാമറ ഉണ്ടായി. നമ്മളാകെ ഷോക്കായി. രണ്ടാമതും ഈ വേൾഡ് ആയിട്ടുള്ള കണക്ഷൻ വിട്ടു. അപ്പോഴത്തേക്ക് സമയം ഒരു പുലർച്ചെ 3:30 ആയി. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എൻ്റെ അടുത്ത് കിടന്ന ആളെ കാണുന്നില്ല. അപ്പം ഇയാളായിരിക്കുമല്ലോ അടുത്ത്. അപ്പം അയാളും പോയിട്ടുണ്ടാവാൻ വഴിയില്ല, വേഗം നമുക്ക് എന്തെങ്കിലും ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനാണല്ലോ, റെയിൽവേ പോലീസിലേക്ക് വന്നു. അപ്പോൾ ഇവരെൻ്റെ വാവാന്ന് പറഞ്ഞിട്ട് എന്നെ അവരുടെ CCTVയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. അവരെന്നെ നോക്കി. അപ്പോൾ സമയം ഞാൻ പറഞ്ഞു, എത്ര മണിക്കാണ് ഞാൻ രാത്രി ഒരു 12:30 വെളുപ്പിന് ആ ഒരു സമയപ്പോഴാണ് വന്നേ, ഇപ്പോൾ എണീറ്റേ ഉള്ളൂ, ഫോണ് ഇങ്ങനെ പോയി എന്ന് നിങ്ങൾ നോക്കുന്ന പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ റോൾ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കിടന്ന ആളെ കാണുന്നില്ല. അപ്പോൾ അതും പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന ആളുണ്ട്. അവർ ക്യാമറ നോക്കിയപ്പോഴാണ് അയാൾ, ഞാൻ ഉറങ്ങി ക്ഷീണിച്ച് നല്ലോണം ആയപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഈ പോക്കറ്റിൽ നിന്ന് തെന്നി നിലത്തേക്ക് വീണു. അയാൾ അത് എണീറ്റ് അയാളുടെ കൈവശമാക്കി അയാളുടെ ബാഗിലിട്ടിട്ട് അയാൾ നടന്നു പോകുന്നു. അപ്പോൾ തന്നെ ഈ പോലീസുകാരും എല്ലാവരും വേഗം തന്നെ നമുക്ക് ഈ സ്റ്റേഷനിലേക്കും അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്കും എല്ലാവരും സ്പ്രെഡായിട്ട് നമുക്ക് ഇപ്പോൾ പോയാൽ കിട്ടും എന്ന് പറഞ്ഞ് അയാളുടെ ഡ്രസ്സും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ട് അവരെല്ലാവരും കൂടി നോക്കി. ഞാനും സ്റ്റേഷനിലേക്ക് ഇവരുടെ ഒപ്പം ബസ് സ്റ്റാൻഡിലേക്കൊക്കെ അവരന്വേഷിച്ചു. പക്ഷെ അയാളെ കിട്ടിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അയാൾ കടന്നു കളഞ്ഞ് കാണുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ള ആലോചനയിൽ ഉടനെ ഞാൻ വിചാരിച്ചു ഇനി സൈബർ സെല്ല് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇവർ ഫോണിൽ ലൊക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ അവരെ കണ്ടുപിടിക്കുന്നു വിചാരിച്ചു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോഴത്തേക്കും നേരം പുലരാൻ തുടങ്ങി. അപ്പം നേരെ സൈബർ സെൽ ഈ ഓഫീസ് 24 മണിക്കൂറും ഓപ്പൺ ആണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഓഫീസിലേക്ക് എല്ലാവരും വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ രാത്രി എപ്പോഴും ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് ഒരാളുണ്ടാവും. അയാൾ ഉറക്കച്ചടവിൽ നിൽക്കുന്നുണ്ട്. ഞാൻ നേരെ കയറി ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അയാൾ ആകെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയൂ, ഇങ്ങനെല്ലാം നോട്ട് ചെയ്തു. പക്ഷെ അയാൾ ഒരു നിരുത്സാഹത്തോടെയാണ് പറഞ്ഞത്, ഇത് കിട്ടാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല, അത് ഇവിടെ ഔറംഗാബാദ് പോകണം, ഏതായാലും നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിച്ചു. ഭക്ഷണം വല്ലതും വേണോ എന്ന് ചോദിച്ചു. ഏതായാലും നിങ്ങളിങ്ങനെ പോകുന്നതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ മണിക്കൂറുകൾ പോയി. അപ്പോഴാണ് ഈ സൈബർ സെല്ലിൻ്റെ ഉദ്യോഗസ്ഥൻ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സന്ദീപ് ബൊറാഡെ സ്റ്റേഷനിലേക്ക് വരുന്നത്. അദ്ദേഹം എൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഓഫീസർ പറഞ്ഞറിഞ്ഞു. എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. ഫോണിൻ്റെ IME നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ബോക്സിൽ നിന്ന് ഫോണിൻ്റെ IME നമ്പർ കണ്ടുപിടിച്ച് അത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അവർ പുതിയ സിം ഇടുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും, നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കിനി ആണെങ്കിൽ ഫോണില്ല, ഒരു പുതിയ ഫോണാണല്ലോ മേടിച്ചത്. ഇപ്പോൾ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടും ബഡ്ജറ്റും വളരെ കുറവാണ്. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഏതായാലും ഞങ്ങൾ ഇവിടെ അടുത്തൊരു മാളുണ്ട്, നാസിക് സിറ്റിയിലെ മാളുണ്ട്, അവിടെ ഈ സൈബർ സെല്ലിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട്, ഒരു സെയിം ഇതുപോലെ മാളിൽ ഷോ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഒക്കെ കവർ ചെയ്യും, മേക്ക് എ ഗുഡ് വൺ, ആൻഡ് ഞങ്ങൾ വേണമെങ്കിൽ അത് ഈ സൈബർ സെല്ലിൻ്റെ ട്വിറ്റർ പേജിലൊക്കെ ഇടാം. അപ്പോൾ നിങ്ങളതൊരു വർക്ക് പോലെ കണ്ടാൽ മതി, ഞാൻ വേണമെങ്കിൽ അതിനൊരു തുക തരാം, ജോലിയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ കിട്ടാൻ ഞാൻ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നോക്കട്ടെ, ഒരു വഴി ആലോചിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഓൺലൈനിൽ അദ്ദേഹത്തിൻ്റെ ഒരു സർക്കിളിലൊക്കെ ഈ വാർത്ത എൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഒക്കെ എടുത്തയച്ച് ഷെയർ ചെയ്തു. പിന്നീട് ഞാൻ കാണുന്നത് ഈ രാത്രിയോടുകൂടി NMP നിർഭയ് മഹാരാഷ്ട്ര പാർട്ടി എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഈ സൈബർ സെല്ലിൻ്റെ ഓഫീസിലേക്ക് വരുന്നതാണ്. അതിൻ്റെ നേതാവ് ജിതേന്ദ്ര ഭാവെ, അദ്ദേഹം കേജ്രിവാളിൻ്റെ ഒപ്പം ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് വിഘടിച്ചാണ് അദ്ദേഹം ഈ പാർട്ടി തുടങ്ങിയത്രേ. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും. അപ്പോൾ അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞു, കേരളത്തിൽ നിന്ന് കാശ്മീർ പോയ ആൾ, അദ്ദേഹം ഫോൺ നഷ്ടപ്പെട്ട് ഇവിടെ നാസിക്കിലാണെന്ന്. അപ്പോൾ ഇവരുടെ ഈ പാർട്ടിക്കാർ നമുക്ക് ഫോൺ തരാമെന്ന് ഏറ്റിരിക്കുന്നു. അങ്ങനെ അവർ രാത്രിയോടുകൂടി നോക്കുമ്പോൾ ഈ സൈബർ സെല്ലിൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് എന്നെ കണ്ട് ഈ ബൊറാഡെ സാർ പറഞ്ഞു ഇതാണ് ആൾ. അങ്ങനെ അവർ ഫോൺ എനിക്ക് തരുന്നു. ഇത് അവരുടെ ആ ഒരു ഓൺലൈൻ സർക്കിളിലേക്കും ചാനലിലേക്കും ജിതേന്ദ്ര ഭാവെ സാറിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ അദ്ദേഹം വീഡിയോ ഇട്ട് പബ്ലിഷ് ചെയ്തു. ഏതായാലും ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ സൈബർ സെല്ലിൻ്റെ കോമ്പൗണ്ടിലായിരുന്നു ടെൻറ്റിൽ താമസിക്കുന്നത്. പിന്നെ യാത്ര തുടരാനുള്ള ടൈമായി. അങ്ങനെ നാസിക്കിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടു. അങ്ങനെ നാസിക്കിൽ നിന്നുള്ള യാത്ര തുടർന്ന് പിന്നീട് എത്തുന്നത് അജന്ത എല്ലോറ ഗുഹകളിലേക്കാണ്. ഈ എല്ലോറ ഗുഹ സന്ദർശിക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ നിൽക്കുന്നത് ഗ്രാജുവേറ്റ് കി ചായ് എന്നൊരു ചായക്കട നടത്തുന്ന നാനാ സാഹേബ് എന്നൊരു ബയ്യയുടെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ട്
അടുത്ത ദിവസമാണ് എല്ലാറ കേവ്സ് കാണുന്നത്. അവിടുന്ന് പിന്നെ അജന്ത കേവ്സിലേക്ക്, പിന്നീട് ഞാൻ ഈ മധ്യപ്രദേശ് പശുപതിനാഥ ക്ഷേത്രം അവിടെ എത്തുന്നു. അവിടെ ആ വഴി കൂടി പാസ് ചെയ്തപ്പോൾ ഞാൻ രാത്രി തങ്ങാനൊരു ക്ഷേത്രത്തിൽ പോകണം എന്നറിഞ്ഞ് അവിടെ എത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഏഷ്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണെന്ന്. അവിടുത്തെ വളരെ വിശിഷ്ടമുള്ള പ്രതിഷ്ഠയാണ്. മറ്റൊരെണ്ണം ഇതുപോലുള്ളത് നേപ്പാളിലാണ് അത്ര. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് രാജസ്ഥാനിലെത്തുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ രാജസ്ഥാനിലെ ജയ്പൂരിലൊരു ഗുരുദ്വാരയിലാണ് നിന്നത്. അപ്പോൾ ആ രാജസ്ഥാൻ്റെ ആ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള സൗന്ദര്യവും ആ ഒരു എന്താ പറയുക ആഢ്യത്വമൊക്കെ ആസ്വദിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവിടുത്തെ ആ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി, ആ ഒരു വാസ്തു സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ആ ഒരു നഗരാസൂത്രണമൊക്കെ. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് അങ്ങനെ ഞാൻ രാജസ്ഥാൻ UP ബോർഡറിലെത്തി. അപ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. അവിടെ ഗുരുദ്വാരകളൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ ഈ രാത്രി അവിടെ ഞാൻ ക്യാമ്പ് ചെയ്യുന്ന കരുതി നടക്കവെയാണ് അവിടെ ഒരു തുറന്ന സ്ഥലം കണ്ടു. ഒരു പാർക്ക് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പുല്ലൊക്കെ ഉള്ള ഒരു മൈതാനം പോലെ. അവിടെ ഒറ്റ മനുഷ്യരുമില്ല. അപ്പോൾ അവിടെ ആണെങ്കിൽ ഗേറ്റ് തുറന്നു വിട്ടേക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കാമെന്ന് വിചാരിച്ച് അകത്തേക്ക് കയറിയപ്പോഴാണ് എൻ്റെ പുറകിൽ നിന്നൊരു സൗണ്ട്. ഞാൻ തിരിഞ്ഞപ്പോഴാണ് ഒരാൾ എൻ്റെ നേർക്ക് ഓടി തന്നെ. അവൾ ഓടി വന്ന് നീ ആരാ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുകയാണ്. എൻ്റെ ഈ കോളറിന് കുത്തിപ്പിടിച്ച് ആൾ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നത് ആരാ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ. ഞാൻ പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ ഫ്ലാഷിൽ ഇത് എൻ്റെ യാത്രയുടെ ബോർഡ് കാണിച്ചപ്പോൾ തന്നെ ആൾ പെട്ടെന്ന് നോക്കിയിട്ട് നീ ആരാ, നീ ഈ ഹിന്ദു ആണോ അതോ മുസ്ലിം ആണോ, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോഴറിയുന്നത് അതൊരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വിശിഷ്ടമായിട്ടുള്ള അവരുടെ ഒരു അമ്പലമാണ്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ ഞാൻ യാത്രക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് അവിടെ നിന്ന് പാഞ്ഞു പുറത്തേക്ക് പെട്ടെന്ന് തന്നെ സ്കൂട്ടറിലേക്ക് കയറ്റി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം കരുതി ഞാനൊരു കള്ളനാന്ന് വിചാരിച്ചു. ഇയാൾ നേരത്തെ എന്നെ കണ്ടായിരുന്നു ഞാൻ അകത്തേക്ക് കയറുന്നത്. ഇയാൾ ഞാൻ കള്ളനാന്ന് വിചാരിച്ച് അവിടുത്തെ അയൽപക്കത്തേക്ക് നെയ്ബർഹുഡിലേക്കൊക്കെ ഈ മെസ്സേജ് പാസ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി പടയിട്ട് വരികയാണ്. ഇവർക്ക് അറിയേണ്ടത് ഞാനൊരു അന്യമതസ്ഥൻ അല്ലെങ്കിൽ അങ്ങോട്ട് ആരോ അതിക്രമിച്ച് കയറി അവരെ ഇന്ന് വകവരുത്തണം എന്നുള്ള രീതിയിൽ വരികയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഈ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഇട്ട് എൻ്റെ നേർക്കാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്നെ അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെടുത്താണ് ഉണ്ടായത്. വേഗം വണ്ടി ഓടിച്ചു പോയി. 2-3 പേര് അതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഞങ്ങൾ കൈവച്ച് തള്ളി മാറ്റി. 2-3 പേര് നിലത്തായിട്ടൊക്കെ വീണു. അങ്ങനെ അയാൾ എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. പിന്നെ അയാൾ വണ്ടി കൊണ്ട് നിർത്തുന്നത് അവിടുത്തെ ഒരു ജംഗ്ഷനിലാണ്. ഞാൻ നോക്കുമ്പോൾ അതൊരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അയാൾ വണ്ടി വളച്ച് പോയി. ഇവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ 2-3 പോലീസുകാർ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അവർ തെറ്റിദ്ധരിച്ചു. അപ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് പേര് ആയുധങ്ങളൊക്കെ ഇട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരിതൊക്കെ ഭയങ്കര ലാഘവത്തോടെ എടുത്തിട്ട് നിങ്ങളിനി ഇവിടെ പോകണ്ട, ഇന്ന് രാത്രി ഇവിടെ കൂടിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു കോമ്പൗണ്ടിലാണ് ഞാൻ ക്യാമ്പ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം UP കടന്നു. അടുത്തത് ആഗ്ര, താജ്മഹലിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തേക്കും കാലാവസ്ഥ ഭയങ്കര തണുപ്പ് ഭയങ്കര കഠിനമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ തൊലി ഇതൊക്കെ വരണ്ടു പൊട്ടാനും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പതുക്കെ തലവോക്കി തുടങ്ങി. അങ്ങനെ ഞാൻ ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്നാണ് അവിടുത്തെ ചാന്ദിനി ചോക്ക് മാർക്കറ്റിൽ നിന്നാണ് ഇപ്പോൾ കാശ്മീരിലേക്ക് പോകുന്നവരൊക്കെ പലരും കുറഞ്ഞ വിലക്ക് വസ്ത്രങ്ങളൊക്കെ മേടിക്കുന്നത്. അങ്ങനെ ഞാൻ ജാക്കറ്റ്, ഗ്ലൗസ്, ഈ ക്യാപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടുത്തെ ചാന്ദിനി ചോക്ക് നിന്ന് കുറഞ്ഞ വിലക്ക് മേടിച്ചു. പലരും ഇപ്പോൾ ഇവിടെ നിന്ന് 4000-5000 രൂപയുടെ ഒരു ജാക്കറ്റ് ആണെങ്കിൽ അവിടെ സെക്കൻഡ് ഹാൻഡ് 200 രൂപക്ക് കിട്ടും. അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും. മാത്രമല്ല അവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഗുരുദ്വാര ഉണ്ട്, ഗുരുദ്വാര സിംഗ് സാഹിബ്. അവിടെ ഞാൻ തങ്ങി വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, നേരെ ഇനി അങ്ങോട്ട് യാത്ര ഇത്തിരി വേഗത്തിലാക്കി. ട്രക്കുകളും ഇതിലൊക്കെ അങ്ങനെ ട്രക്കുകളിൽ മാറി മാറി കയറി ഈ ഹിമാചൽ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഭൂപ്രകൃതി മാറി. നേരത്തെ ആ ഒരു വരണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരം ഭൂമിയൊക്കെ മാറി. ഇനി അങ്ങോട്ട് തണുപ്പുള്ള എന്നാൽ ഇത്തിരിയും കൂടി മറ്റൊരു ഹിൽ സ്റ്റേഷൻ, ഹിൽ റേഞ്ചസ് അങ്ങ് തുടങ്ങാണ്. അങ്ങനെ ഹിമാചൽ പ്രദേശ് പിന്നെ കാശ്മീരിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഒരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടി. ഇതുപോലെ ഹെവി വെഹിക്കിൾസിൽ ഒരുപാട് ദൂരങ്ങൾ കവർ ചെയ്തു. ഇനി പത്താൻകോട്ട് കാശ്മീരിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇതേപോലെ റെയിൽ റോഡിൻ്റെ എല്ലാത്തിൻ്റെയും കൺസ്ട്രക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പോകുന്ന വഴിയൊക്കെ മൗണ്ടൻസിലൂടെയൊക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ദൂരെ ഈ മഞ്ഞ് മൂടിയ മലനിരകൾ കാണുകയാണ്. ഞാൻ ഇത്രയും നാൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള അത്തരം ദൃശ്യങ്ങളാണ് ഇപ്പം നേരിട്ട് കാണുകയെന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ പിന്നെ അങ്ങോട്ട് മിലിറ്ററിയുടെ ഏരിയ വരുന്നു. അപ്പോഴാണ് അവിടെ എത്തിയപ്പോൾ ആ ഒരു ട്രക്ക് അവിടെ വരെയുള്ളൂ. അങ്ങനെ മറ്റൊരു ട്രക്കിൽ ശ്രീനഗർ എത്തിപ്പെട്ടു.
അങ്ങനെ കാശ്മീർ എത്തിയപ്പോഴത്തേക്കും 4 മാസം പിന്നിട്ടിരുന്നു. അങ്ങനെ ആ ഒരു ഹിച്ച് ഹൈക്കിംഗ് യാത്ര ശ്രീനഗർ ടൗണിലെത്തി അവസാനിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടെ കാശ്മീരിലാണ് എനിക്കൊന്ന് ഒരുപാട് മലയാളികളുണ്ട്. ദാൽ ലേക്ക്, പിന്നെ അവിടെയുള്ള ഗുൽമാർഗ്, പെഹൽഗാം, ഇവിടെ എവിടെ ചെന്നാലും ഇപ്പോൾ കേരള ടു കാശ്മീരിൽ നിന്ന് അവിടെ ഒരു ടൂറിസ്റ്റ് സംഘം ഉണ്ടെങ്കിൽ മിക്കവരും മലയാളികൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു അവിടെ ടൂറിസം തന്നെ നടന്നു പോകുന്നത് ഇപ്പോൾ മലയാളികളെ കൊണ്ടാണെന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. ആദ്യമായിട്ട് ഇങ്ങനെ മഞ്ഞ് കണ്ടു. അങ്ങനെ ഞാൻ യാത്ര ഫിനിഷ് ചെയ്തൊരു വ്ളോഗ് ഈ ഗുൽമാർഗിൽ നിന്നാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ താമസം ഈ കാശ്മീരിലാണെങ്കിൽ ടെൻ്റ് അടിച്ച് താമസിക്കാനും പറ്റില്ല, അത്രയും തണുപ്പാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്രയിൽ അവിടെ ഒരു ദാൽ ലേക്കിൻ്റെ സമീപത്ത് തന്നെ ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്, റൂം. അവിടെ തൻവീർ എന്ന് പറയുന്ന ഒരാളാണ് അത് നടത്തുന്നത്, കശ്മീരി. അപ്പോൾ അദ്ദേഹം ഈ സൈക്ലിസ്റ്റുകൾക്ക് 200 രൂപക്ക് സ്റ്റേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹിച്ച് ഹൈക്ക് ചെയ്ത് വരുന്നതെന്ന് ഞാൻ ഡൽഹിയിലെ ഒരു മലയാളികൾ വഴി ഇവരെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഹിച്ച് ഹൈക്ക് ചെയ്താണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു പൈസ തരണം, നിങ്ങൾ ഇവിടെ കൂടിക്കോ, നിങ്ങൾ വേണ്ട ഇങ്ങനെ ചിലവ് നോക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കാശ്മീരിൽ അവിടെ താമസിക്കുന്നത്, ശ്രീനഗറിൽ. അപ്പോൾ ഈ മലയാളികൾ എല്ലാവരും പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ യാത്ര അവിടെ തീർന്നപ്പോഴും എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. ഞാൻ ഇനി ഈ കേരള ടു കാശ്മീർ വരെ എൻ്റെ ഈ മിഷൻ തീർന്നു. ഇനി പുറത്തേക്ക്, അതായത് ബോർഡർ കടന്നും പുറത്തേക്ക് പോകണമെന്നും ഉള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ വന്നത്. ഞാൻ ഏതായാലും കാശ്മീർ എത്തിയത് എല്ലാവരും അറിഞ്ഞു. ഒരു എമർജൻസി ഉണ്ട്, പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം. നീ ഏതായാലും കാശ്മീർ എത്തിയല്ലോ, മിഷനൊക്കെ കഴിഞ്ഞില്ല എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. ഞാൻ ഏതായാലും അച്ഛനോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഉടനെ തന്നെ കാശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഈ ഉദ്ധംപൂരിൽ നിന്ന് ഡൽഹിയിലെ നിസാമുദ്ദീനിൽ നിന്ന് നാട്ടിലേക്കുള്ള ട്രെയിൻ പിടിച്ചു. അങ്ങനെ ഈ 4 മാസം നീണ്ട യാത്ര 1.5 ദിവസം കൊണ്ട് ട്രെയിനിൽ തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. ഈ യാത്ര തുടങ്ങിയ സമയത്ത് ധാരാളം ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്ത് അനുകൂലിച്ചൊപ്പം നിന്നതിൻ്റെ ഒപ്പം തന്നെ ധാരാളം ആളുകൾ വിമർശിച്ചും സംശയം ചോദിച്ചും സെൽഫ് ഡൗട്ട് അടുപ്പിച്ചൊക്കെ വന്നായിരുന്നു. ഇങ്ങനെ നടന്ന് ലിഫ്റ്റ് ചോദിച്ച് പോകേണ്ട ആവശ്യം എന്താണ്, നിനക്ക് ഉദ്ധംപൂർ വരെയുള്ള ടിക്കറ്റ് ഞാൻ മേടിച്ചു തരാമെന്നും ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, തിരിച്ച് നാട്ടിലേക്ക് ഈ 1.5 ദിവസം കൊണ്ട് മടങ്ങുമ്പോൾ ഈ 4 മാസം കൊണ്ട് തീർത്ത യാത്രയാണല്ലോ ഞാനിങ്ങനെ ടൈം ട്രാവൽ ചെയ്തതുപോലെ പോകുന്നതെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. ഓരോ സ്റ്റേഷനിലൂടെ പോകുമ്പോഴും ഈ സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ദിവസങ്ങളെടുത്ത് ഒത്തിരി മനുഷ്യരിലൂടെ ഒത്തിരി കഥകളിലൂടെ സംഭവിച്ച അനുഭവങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിൽ കൂടെ പോയത്. അപ്പോൾ എന്നെ അതൊരു വേറൊരു വ്യക്തിയായിട്ട് ബിൽഡ് ചെയ്ത കാര്യങ്ങളും അനുഭവങ്ങളൊക്കെയാണ് എന്നെ അത് ഓർമ്മിപ്പിച്ചത്. അതൊന്നും അപ്പോൾ പലരും ചോദിച്ചായിരുന്നു, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഈ യാത്രയിൽ നിന്ന് എന്ത് കിട്ടുമെന്നൊക്കെ. എന്നാൽ അവരോടൊക്കെ പറയാനുള്ളത്, എനിക്ക് ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്നെ ബിൽഡ് ചെയ്യാൻ സഹായിച്ച് മറ്റ് എത്ര വില കൊടുത്താലും കിട്ടാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങൾ വേറിട്ട വഴിയിലൂടെ ഹിച്ച് ഹൈക്കിംഗ് ആണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും യാത്ര പോകാൻ നിങ്ങൾ ആലോചിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ പിന്തിരിപ്പിക്കാനും സെൽഫ് ഡൗട്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. എന്നാൽ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്ത് പറയുന്നു അതായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കാനും സാധിച്ചത്. സോ എന്നെ ഇത്രയും നേരം കേട്ട സഫാരി ചാനലിൻ്റെ പ്രേക്ഷകരോടും സഫാരി ചാനലിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.